യുഎസിലെ ഇന്ത്യക്കാരടക്കമുള്ള തൊഴിലന്വേഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ജൂൺ മാസത്തിൽ യുഎസ് സമ്പദ് വ്യവസ്ഥയിൽ 1,47,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 4.1% കുറഞ്ഞു. മെയ് മാസത്തിൽ 1,44,000 ആയിരുന്നതാണ് ജൂണിൽ 1,47,000 ഉയർന്നത്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഏജൻസികൾ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നത് ശ്രദ്ധേയമാണ്. മെയ് മാസത്തിൽ ആദ്യം 1,39,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇത് പിന്നീട് 1,44,000 പരിഷ്കരിച്ചു. ജൂൺ മാസത്തിലെ തൊഴിലവസരങ്ങളിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ ഇത് കാറ്റിൽ പറത്തിയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. തൊഴിലില്ലായ്മ നിരക്ക് മെയ് മാസത്തിലെ 4.2% നിന്ന് ജൂണിൽ 4.1% കുറഞ്ഞു. ജൂണിൽ ശരാശരി മണിക്കൂർ വേതനം 0.2% ഉയർന്ന് $36.30 സ്വകാര്യ നോൺ ഫോം ശമ്പള പട്ടികയിലുള്ള എല്ലാ ജീവനക്കാരുടെയും ശരാശരി തൊഴിൽ സമയം 0.1 മണിക്കൂർ കുറഞ്ഞ് 34.2 മണിക്കൂറായി. നിർമ്മാണ ജീവനക്കാരുടെ ശരാശരി തൊഴിൽ സമയം 40.1 മണിക്കൂറായി മാറ്റമില്ലാതെ തുടരുകയാണ്. കൂടാതെ ഓവർ ടൈമും 2.9 മണിക്കൂറായി മാറ്റമില്ലാതെ തുടരുകയാണ്. സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ സഹായം എന്നീ മേഖലകളിലാണ് പ്രധാനമായും തൊഴിലവസരങ്ങൾ വർദ്ധിച്ചത്. ഫെഡറൽ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം സർക്കാർ ജോലികൾ 73,000 ഉയർന്നു. ഇത് മൊത്തം നോൺ ഫോം പേറോൾ വളർച്ചയുടെ പകുതിയോളം വരും. അതേസമയം ഫെഡറൽ ഗവൺമെൻറ് തലത്തിൽ 7,000 തൊഴിലവസരങ്ങൾ കുറഞ്ഞു. ജൂണിൽ സംസ്ഥാന പ്രാദേശിക തലത്തിലുള്ള സർക്കാരുകളാണ് പ്രധാനമായും നിയമനങ്ങൾ നടത്തിയതെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇത് പ്രതീക്ഷിച്ചതിലും ഉയർന്ന പേറോൾ സംഖ്യയിലേക്ക് എത്താൻ സഹായിച്ചു. സംസ്ഥാന സർക്കാരുകൾ 47,000 പുതിയ നിയമനങ്ങളും പ്രാദേശിക സർക്കാരുകൾ 33,000 പുതിയ നിയമനങ്ങൾ നടത്തി. ഈ നിയമനങ്ങളിൽ ഭൂരിഭാഗവും വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു. അതേസമയം ഫെഡറൽ ഗവൺമെൻറ് തലത്തിൽ 7,000 തൊഴിലവസരങ്ങൾ കുറഞ്ഞതിന് കാരണം ട്രംപിൻ്റെ ഭരണത്തിൽ സർക്കാർ ജോലി വെട്ടിച്ചുരുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾക്ക് നിലവിലെ വളർച്ച നിലനിർത്താൻ സാധിക്കുമോ എന്നത് സംശയകരമാണെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ട്. ആരോഗ്യ സംരക്ഷണ, സാമൂഹ്യ സഹായ മേഖലകളിൽ 58,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഈ രണ്ടു മേഖലകളും ചേർന്നാണ് ജൂണിലെ 90% പുതിയ തൊഴിലവസരങ്ങളും നൽകിയത്. വിനോദസഞ്ചാരം, ഹോസ്പിറ്റാലിറ്റി, നിർമ്മാണ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു. പ്രൊഫഷണൽ, ബിസിനസ് സർവീസുകൾ, ഉൽപ്പാദനം, മൊത്ത വ്യാപാരം എന്നീ മേഖലകളിൽ ഏകദേശം 7,000 തൊഴിലവസരങ്ങൾ കുറഞ്ഞു. ജൂണിൽ യുഎസ് തൊഴിൽ വിപണിയിൽ ഉണ്ടായ വളർച്ചയിൽ സംസ്ഥാന പ്രാദേശിക സർക്കാരുകളുടെ പങ്ക് വളരെ വലുതാണെന്നാണ് വ്യക്തമാകുന്നത്. ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ സഹായം എന്നീ മേഖലകൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അതേസമയം ചില മേഖലകളിൽ തൊഴിലവസരങ്ങൾ കുറയുന്നത് കാണാൻ സാധിച്ചു. സംസ്ഥാന തലത്തിലുള്ള നിയമനങ്ങളിൽ 47,000-ഉം പ്രാദേശിക തലത്തിലുള്ള നിയമനങ്ങളിൽ 33,000-ഉം വർധനവ് ഉണ്ടായി. ഇതിൽ ഭൂരിഭാഗവും വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു. ഫെഡറൽ ഗവൺമെൻറ് തലത്തിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞുവെങ്കിലും സംസ്ഥാന പ്രാദേശിക സർക്കാരുകളുടെ മികച്ച പ്രകടനം മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് സഹായകമായി. ആരോഗ്യ സംരക്ഷണ, സാമൂഹ്യ സഹായ മേഖലകളിൽ 58,000-ലധികം തൊഴിലവസരങ്ങൾ വർദ്ധിച്ചത് ശ്രദ്ധേയമാണ്. വിനോദസഞ്ചാരം, ഹോസ്പിറ്റാലിറ്റി, നിർമ്മാണ മേഖലകളിലെ വളർച്ചയും തൊഴിൽ വിപണിക്ക് ഉണർവ് നൽകി. എന്നാൽ പ്രൊഫഷണൽ, ബിസിനസ് സർവീസുകൾ, ഉൽപ്പാദനം, മൊത്ത വ്യാപാരം എന്നീ മേഖലകളിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന അഭിപ്രായമുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.